ഈ വേനൽക്കാലത്ത് ഒരു സന്ധ്യാനേരം ആസ്വദിക്കാനായിട്ട് ഒരു ഈവനിങ് ഔട്ടിങ്ങിനൊക്കെ ആയിട്ട് നമ്മുടെ പാലക്കാട് ഒരു സ്ഥലം അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. അതായത് ഒറ്റപ്പാലത്ത് മനുശ്ശേരിയിലുള്ള ഒരു മ്യൂസിക്കൽ ഫൗണ്ടെയിനിലേക്കാണ് ഇന്നത്തെ യാത്ര. വരിക്കാശ്ശേരി മനയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലാണ് നമുക്ക് ഈ സ്ഥലത്തേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ കുറേ നടക്കാനൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നെൽപ്പാടത്തെ കൊയ്തൊഴിഞ്ഞ നെൽപ്പാടത്തെ കാറ്റ് കൊണ്ട് നമുക്ക് കുറേ നടക്കാം. സന്ധ്യാസമയം ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഇങ്ങനെ ലൈറ്റിങ്ങോട് കൂടിയുള്ള ഫൗണ്ടെയിൻസൊക്കെ കാണാൻ. നമ്മൾ മൈസൂർ വൃന്ദാവനിലൊക്കെ പോയ പോലെ അല്ലെങ്കിൽ നമ്മുടെ മലമ്പുഴയിലൊക്കെ പോയതുപോലെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അവിടെ ഇതാ ഇങ്ങനെ ഒരു ഏറുമാടമുണ്ട്, വളരെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നല്ല ഭംഗിയുള്ള ഏറുമാടം, ഹട്ട് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല പോയിൻറ്റ്സാണ് അതൊക്കെ, നല്ല സ്പോട്ടുകളാണ് ഹട്ടും ഇതൊക്കെ. പിന്നെ ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്, നിറയെ ഈ വേനലിലും നിറയെ വെള്ളമുണ്ട്. അവിടെ അങ്ങനെ ഒരു സിംഹത്തിൻ്റെ വായിൽ നിന്ന് വെള്ളം വരുന്ന പോലെ ഒരു ചെറിയൊരു ഫൗണ്ടെയിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വാട്ടർഫോൾ പോലെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ എത്തുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീനിനെ ഫീഡ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള തീറ്റ നമുക്കവർ തരും, നമുക്കത് ഇട്ട് കൊടുക്കാം, ഫീഡ് ചെയ്യിപ്പിക്കാം. ഇഷ്ടം പോലെ മീനുണ്ട്. ഞങ്ങളെത്തിയ സമയം ഇത്തിരി ലേറ്റായിപ്പോയി. അപ്പോൾ ഞങ്ങൾ എത്തുമ്പോഴത്തേനും ഫിഷ് ഫീഡിംഗ് ഒക്കെ കഴിഞ്ഞു. പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ദേ ഇങ്ങനെ സ്ലൈഡേഴ്സൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് സുഖമായിട്ട് കളിക്കാം. ഇങ്ങനെ ഏറുമാടവും പിന്നെ ഊഞ്ഞാൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ ശാന്തമായ സ്ഥലത്ത് നോയ്സ് പൊല്യൂഷൻസ് ഒന്നും ഇല്ലാതെ പാലക്കാടിൻ്റെ വയലിൽ നിന്ന് വരുന്ന കാറ്റൊക്കെ ആയിട്ട് സന്ധ്യാസമയം സുഖമായിട്ട് ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ഈ കയറിപ്പോകുന്നത് ഏറുമാടത്തിലേക്കാണ് കേട്ടോ. ഈ ഏറുമാടത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റപ്പാലത്തിൻ്റെ വയൽ ഭംഗി എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പോൾ കൊയ്തൊഴിഞ്ഞ പാടായതുകൊണ്ട് നമുക്കതാണ് കാണുന്നത്. പക്ഷേ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു മാസം, ചിങ്ങമാസം ആ ഒരു സമയത്തൊക്കെ വരികയാണെങ്കിൽ നല്ല പച്ചപ്പണിഞ്ഞ് നിൽക്കുന്ന വയൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ കൊയ്തൊഴിഞ്ഞത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്നാലും ചൂടാണെങ്കിലും കാറ്റുണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ താഴെ ഒരു ചെറിയ സ്റ്റേജ് പോലെയുണ്ട്. ആ സ്റ്റേജ് പോലെയുള്ളതിൽ കുട്ടികൾക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അവരുടെ അമ്മമാരത് വീഡിയോ ഒക്കെ എടുത്ത് ആസ്വദിക്കുന്നു. കുട്ടികൾക്ക് വേനലിൽ ഉച്ചയ്ക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയല്ലേ, അപ്പോൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അവർ തുള്ളി ചാടി ഡാൻസ് കളിക്കുന്നുണ്ട്. അവർക്ക് നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ആയിട്ടൊരു സ്റ്റേജ് പെർഫോമൻസ് പോലെ കുട്ടികൾക്ക് ഫീൽ ചെയ്യും. പിന്നെ കൃത്യം 7 മണിക്ക് തന്നെ മ്യൂസിക് ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യും, ഡാൻസിങ് ഫൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ കുറേ പാട്ടുകളുമായിട്ട് ഡാൻസിങ് ഫൗണ്ടെയിൻ നമുക്ക് കാണാം. കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയുടെ വൻമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം, ഇത് പുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കി. അത് കഴിഞ്ഞ് ഇതേപോലെ സ്റ്റില്ലാക്കി അവർ തരും. നമുക്ക് ഫോട്ടോ എടുക്കേണ്ടവർക്ക് അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം, നല്ല ഫോട്ടോസൊക്കെ കിട്ടും. അപ്പോൾ ഒരു ഈവനിങ് വളരെ രസകരമായി ആസ്വദിച്ചതിൻ്റെ ഓർമ്മയുമായിട്ട് നമുക്ക് അവിടെ നിന്ന് മടങ്ങാം.